അക്ഷയ് എന്ന് പറയുന്ന ഒരു യുവമോർച്ച നേതാവ് ഒരു പുതിയ ആരോപണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് BJP തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ ഒരു 25 കോടിയോളം രൂപ മുക്കി എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. അപ്പം തിരൂർ സതീഷ് നേരത്തെ തന്നെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് BJPയിൽ വലിയൊരു കളി നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്നതാണ് അക്ഷയയുടെ പുതിയ ആരോപണം. ഇല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ പണക്കാരനാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പറയില്ല ഹാർഡ് വർക്കിംഗ്, നമ്മൾ എപ്പോഴും ഈ എങ്ങനെ സമ്പന്നനാകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക്. അതിന് വേറൊരു എന്താ പറയുക, അതിന് വേറൊരു കുറുക്കുവഴിയില്ല. നമുക്ക് സമ്പന്നനാവാനും നമുക്ക് ജീവിത വിജയം കൈവരിക്കാനും പണിയെടുക്കണം, കുറുക്കുവഴികളൊന്നുമില്ല. അതേസമയം കാലം മാറി. നമ്മുടെ നാട്ടിലേക്ക് BJP എന്ന് പറയുന്ന ഒരു വലിയ ശക്തി നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നു, നമ്മുടെ സംസ്ഥാനത്തെ കീഴ്പ്പെടുത്താനായിട്ട് എത്തി നിൽക്കുന്നു, രാജ്യത്തെ പല സംസ്ഥാനങ്ങളെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ നമുക്കിന്ന് പറയാം, നമുക്ക് സമ്പന്നനാകാനും ജീവിത വിജയം കൈവരിക്കാനും ഒരു കുറുക്കുവഴിയുണ്ട്. ആ കുറുക്കുവഴിയുടെ പേര് BJP എന്നാണ് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയമാണ് കൃത്യമായിട്ട്, എനിക്കൊന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഡ്രൈവർ എന്ന് പറയപ്പെടുന്ന ഒരാൾ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ തിരൂർ സതീഷ് കൊടകര, അതിന് മുമ്പ് ആണ് കൊടകര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കൊടകര കുഴൽപ്പണക്കേസ്, ഇമാതിരി വിഷയങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യം. അതിനുശേഷമുള്ള ആ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പണം അത്രയും പെട്ടിയോട്ടോയ്ക്കകത്ത് ചാക്കുകെട്ടുകളിലാക്കി തൃശ്ശൂർ BJP ഓഫീസിലേക്ക് കൊണ്ടുപോയതായി അന്ന് ഓഫീസ് സെക്രട്ടറിയുടെ പോസ്റ്റ് കൂടി വഹിച്ചിരുന്ന അദ്ദേഹം പറയുന്നു. അതായത് തിരൂർ സതീഷ് വെളിപ്പെടുത്തൽ നടത്തി. അതായത് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ശോഭാ സുരേന്ദ്രൻ്റെ വേറൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അന്ന് പിന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പക്ഷം, സുരേന്ദ്രൻ പക്ഷം എന്ന് പറയുന്ന പോലെ അന്ന് K. സുരേന്ദ്രൻ പക്ഷത്ത് ഇരിക്കുന്ന നമ്മുടെ ആ നേതാവിനെ കൃഷ്ണകുമാറിനെ ഒതുക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പൊതുവിലുള്ള ഒരു താല്പര്യം. അതിനുവേണ്ടി ഇറക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഗ്രൂപ്പിസത്തിനകത്ത് പെടുത്തി കളഞ്ഞെങ്കിൽ തന്നെയും ഇപ്പോൾ അക്ഷയ് എന്ന് പറയുന്ന യുവമോർച്ചയുടെ ഒരു നേതാവ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. 25 കോടി രൂപ, വളരെ കൃത്യമാണ്, 25 കോടി രൂപ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു ബലേനോയിൽ തൃശ്ശൂർ ഓഫീസിലെത്തിക്കുന്നു. ആ തൃശ്ശൂർ ഓഫീസിലെത്തിച്ച പണം അവിടെ നിന്ന് പലരുടെ കയ്യിലേക്ക്, അപ്പോൾ ഓഫീസ് സെക്രട്ടറി, എനിക്കത് രാജേഷ് അങ്ങനെ എന്തോ പറയുന്നൊരു ഓഫീസ് സെക്രട്ടറി ഉണ്ട്, അപ്പോൾ പുള്ളിയുടെ കൈകളിലേക്ക് ഈ സാധനം ചെല്ലുന്നു, സംഘടനാ സെക്രട്ടറി. അപ്പം ഇങ്ങനെ ഈ സംഘടനാ സെക്രട്ടറിയുടെ കയ്യിലേക്ക് പണം പോകുന്നു. അപ്പം ഈ രീതിയിലേക്ക് ഇവരെല്ലാം കൂടെ 25 കോടി എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, അത് കള്ളപ്പണമാണ് എന്ന് ആണ് അക്ഷയ് പറയുന്നത്. പലരും വീതിച്ച് ഈ പണം എടുത്തു. എന്തിനാണ് BJP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണം ഒഴുക്കുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, തിരുവനന്തപുരത്ത് ഈ പറയുന്ന കൊടിക്ക്, BJPയുടെ കൊടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിക്കുന്നതിന് 3 ലക്ഷം രൂപയ്ക്ക് അത് വിൽപ്പന നടത്തിയെന്ന് പറയുന്നു. അപ്പം കൊടിക്കച്ചവടം, ഈ പറയുന്ന പോലെ ഈ ഫണ്ട് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു വണ്ടി, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ ഒരു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു ബലേനോ ചാക്ക് കെട്ടുകളിലാക്കി, ഏകദേശം 15ഓളം ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നു. ഈ 15ഓളം വരുന്ന ചാക്കുകെട്ടുകളിലാക്കി കോടിക്കണക്കിന് രൂപ നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. തമിഴ്നാട് അതിർത്തി കടന്നിട്ട് ഒന്നുകിൽ നമുക്ക് അറിയാവുന്ന പോലെ ഒന്നുകിൽ വാളയാർ കഴിഞ്ഞിട്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ കമ്പന്തേനി, ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞിട്ടാവാം നമ്മുടെ നാട്ടിലേക്ക് ഈ കോടിക്കണക്കിന് രൂപ BJP കടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചു കാലം മുമ്പ്, എനിക്കൊന്ന് 18കളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും അസ്തമിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് BJP അധികാരത്തിൽ കയറി നമ്മുടെ സംസ്ഥാനത്ത് രാജ്യമൊട്ടാകെ കള്ളപ്പണം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൻ കി ബാത്ത് എന്ന് പറയുന്ന, നമ്മളൊക്കെ ട്രെയിനിൽ അന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടക്കയാത്രയിൽ പെട്ടെന്ന് ഓരോരുത്തർ വന്നിട്ട് പറയുകയാണ്, പിന്നെ 500ന്റെ 1000ന്റെ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മാറിക്കോളൂ. കാരണം എന്താ, നാളെ മുതൽ ഇത് പിന്നെ വാലിഡിറ്റി ഇല്ലാത്ത വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമായി മാറുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കോളൂ. ആ ഒരു അവസ്ഥയെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ പിന്നെ അങ്ങനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്? നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം പെരുകുന്നു. അതുകൊണ്ട് നിങ്ങൾ കള്ളപ്പണം പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിമോണിറ്റൈസ്, കാരണം 1000ന്റെ 500ന്റെ നോട്ടുകളാക്കിയാണ് വെച്ചിരിക്കുന്നത്.
അതിനുശേഷം 2000-ന്റെ നോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ 2000-ന്റെ നോട്ടിനെ കുറിച്ച് അന്ന് നരേന്ദ്രമോദി അടക്കമുള്ള നമ്മുടെ സാമ്പത്തിക വിചക്ഷണരൊക്കെ പറഞ്ഞിരുന്നത് എന്താ, ഇതിനകത്ത് ചിപ്പ്, മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്, അത് ഏത് പാതാള കുഴി കൊണ്ട് വെച്ചിരുന്നാലും ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നോട്ടുകളാണ് ഈ 2000-ന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെല്ലാം വിശ്വസിച്ചു. 2000-ന്റെ നോട്ട് ആയതുകൊണ്ട് തന്നെ ഇത് കീറി നോക്കാൻ പറ്റില്ല, അതിനകത്ത് മൈക്രോ ചിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം, അതുപോലും പറ്റാത്തൊരവസ്ഥ. അപ്പൊ നമ്മൾ വിചാരിച്ചു എത്ര അത്യന്താധുനികമായ ഒരു തലത്തിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ ഗതി മാറിക്കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർത്ത് കൈയടിച്ചു. അതേ പിന്നെ പ്രധാനമന്ത്രി തന്നെ 20 വർഷം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊറോണയെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാത്രം കൊട്ടുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാത്രത്തിന്റെ ഇടയിൽപ്പെട്ടിട്ട് കൊറോണ വൈറസ് ചത്തുപോകും എന്നുള്ളതാണോ അതിന്റെ കോൺസെപ്റ്റ് എന്നറിയില്ല. അപ്പം അതിനുശേഷം നമ്മുടെ നാട്ടിൽ രാജ്യത്ത് കള്ളപ്പണവേട്ട നടന്നു. ഈ കള്ളപ്പണവേട്ടയിൽ പിടികൂടിയത് എന്തൊക്കെയാ? അതിലൊറ്റ ഒരെണ്ണം 1000-ന്റെ ഇല്ല, 500-ന്റെ ഇല്ല, എല്ലാ 2000-ന്റെ നോട്ടുകളാണ് അതിനുശേഷം നടന്ന കള്ളപ്പണവേട്ടയിൽ പിടികൂടിയത്. അപ്പം ഈ പറയുന്ന കള്ളപ്പണക്കാരുടെ എങ്ങനെയാണ് പിന്നെ അച്ചടിച്ച് മാസങ്ങൾ പോലും ആയിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്രയും കള്ളപ്പണം 2000-ന്റെ നോട്ട് വരുന്നത്? 2000-ന്റെ നോട്ടുകളാണ് പിടിയിലാവുന്നത്. അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ രാജ്യ സുരക്ഷയെ നമുക്ക് കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് അല്ല കുറച്ച് നാളിന് മുമ്പ് KC വേണുഗോപാലിന്റെ റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം വരുന്നത് ആ സമയത്താണ്. കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി 60 മുതൽ 100 കോടി രൂപ വരെ ചാക്കിനകത്താണ് ഇവരുടെ പിന്നാലെ പോയത്. കുതിരക്കച്ചവടം. ശരിക്കും പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ഒരു കുതിരക്കച്ചവടമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർത്തത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു? അവിടുത്തെ കോൺഗ്രസ് MLA-മാർ മലക്കം അറിയുമോ എന്നുള്ള ധാരണയിൽ ഈ MLA-മാരെ ഇവിടുന്ന് ഒരു വലിയ ബസ്സിനകത്ത് കയറ്റിയിട്ട് റിസോർട്ടിൽ കൊണ്ടുവന്ന് ആരുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ലാത്ത രീതി പാർപ്പിക്കേണ്ടി വന്നു KC വേണുഗോപാലിന്. ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് അവിടെ ഭരണം പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പം ഈ രീതിയിൽ BJP രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക്, ഇനി ഈ വരുന്ന പണം കള്ളപ്പണം തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ BJP നേതാക്കന്മാരുടെയും കുറച്ച് പേരുടെ ഒരു 50% വരുന്ന എല്ലാ BJP നേതാക്കന്മാരുടെയും ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. അവരുടെയൊക്കെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വലിയ എന്ന് വെച്ചാൽ സമ്പന്നരാവാൻ വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യേണ്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയ ഒരു വിഭാഗം ആളുകൾ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ അവരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് കണ്ണ് തള്ളിപ്പോവും. എനിക്ക് ദൃഷ്ടാന്തമുണ്ട് നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല ആൾക്കാരുടെയും നമ്മൾ നേരിട്ട് നമ്മുടെയൊക്കെ ഒരു കുറച്ചുകൂടെ ഒക്കെ യങ്ങർ ഏജ് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന സമയത്ത് ചില ആളുകൾ അവർ പിന്നെ പണ്ട് മാരാർജി ഭവനിൽ, തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ വന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നേരിട്ട് കണ്ട അനുഭവമുണ്ട്. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിലൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് കാര്യം എന്താ, നമ്മൾ അന്നും ഇന്നും ഒരേപോലെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. അതേസമയം നമ്മൾ പാപ്പരായിട്ട് അന്നത്തെ ഏത് അവസ്ഥയിലായിരുന്നു? അന്ന് ആകെപ്പാടുണ്ടായിരുന്ന പിന്നെ മാസവരുമാനം ഇല്ല, ഇന്ന് മാസവരുമാനമുണ്ട്. അത് മാത്രമേ ഉള്ളൂ ആകെപ്പാടുണ്ടായ ഒരു വ്യത്യാസം. പക്ഷെ അവരൊക്കെയോ അന്ന് വെറുമൊരു പിന്നെ സെക്കൻഡ് ഹാൻഡ് ബൈക്കിലും ഒക്കെ മാരാർജി ഭവനിലേക്ക് വന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് നടക്കുന്ന ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള കൈക്രോസ് പോലെയുള്ള നല്ല ബലപിടിപ്പുള്ള ആഡംബര കാറുകളിൽ അവർ നടക്കുന്നത് നമുക്ക് കാണാം. അത് ഒന്നല്ല, പല കാറുകളായിട്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ കാണേണ്ടി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ തരത്തിൽ ഫണ്ട് വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിക്കാതെ ഈ ഫണ്ടൊക്കെ വക മാറ്റി സ്വന്തം പേരിലേക്കും തൻ്റെ കമ്പനിക്കാരുടെ പേരിലേക്കും മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ നമ്മുടെ പിന്നെ ആൾക്കാർക്കിടയിൽ അവിടെ ഒരു ഗുണമുണ്ട്. സമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. BJP വരുന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായതാണ്. ഈ സമ്പന്നരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന പണമായി അത് മാറുന്നു, എന്ന് വെച്ചാൽ ബ്ലാക്ക് വൈറ്റായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് പലരും പണം എത്തിക്കുന്നു. അതിപ്പോൾ തന്നെ നമുക്കറിയാം BJP എത്ര കോടി രൂപയാണ് ഇവിടേക്ക് ഇറക്കിയത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പം ഇനി നടക്കാൻ പോകുന്ന അപ്പം ഡൽഹിയിൽ നടക്കുന്ന സമരം വിലക്കെടുക്കാം, എല്ലാവരെയും വിലക്കെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ്. നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ തലത്തെയും അവർക്ക് വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു സുപ്രീം പവർ എന്നുള്ള നിലയിലേക്ക് BJP വളർന്നത് എന്തുകൊണ്ടാണ്? മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തിനേറെ പറയുന്നത് നമ്മുടെ കോൺഗ്രസിന്റെ പരമോന്നത നേതാവായിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഹസ്ബൻഡ് റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ആള്, അദ്ദേഹം 172 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് അവിടെ കൊടുത്തത്. നമുക്കിതൊക്കെ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വരുന്ന ഫണ്ടുകൾ പല കമ്പനികളിൽ നിന്ന് ഇപ്പൊ അദാനി അടക്കമുള്ള പിന്നെ അംബാനി അടക്കമുള്ള വലിയ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒന്ന് തിരിഞ്ഞു പോലും നമുക്ക് നോക്കാൻ കഴിയാത്ത അത്രയും സമ്പന്നരായ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായ
BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് 25 കോടിയല്ല 50 കോടി ഇറക്കിയാൽ ആരും ചോദിക്കാൻ വരില്ല. ഇവരുടെ ആരുടെയും വീട്ടിലേക്ക് ഒരു കാരണവശാലും ED റെയ്ഡ് നടക്കില്ല. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ BJP നേതാവിന്റെ പേരിലും ഇനി ഒരു ഘട്ടത്തിലും കേസുണ്ടാവില്ല. അവർക്കെല്ലാം അതിൻ്റെ കാരണം എന്താ, BJP നേതാക്കന്മാരാണ്, BJP ആണ് പണം പമ്പ് ചെയ്യുന്നത്. ഈ അക്ഷയ് എന്ന് പറയുന്ന ആള് ഇങ്ങനെ പണം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന അധ്യക്ഷന് കത്തയച്ച് മെയിൽ അയച്ചിട്ടുണ്ട്. നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരു പ്രതികരണം പോലും വന്നിട്ടില്ലെന്നേ. അതെങ്ങനെ? രാജീവ് ചന്ദ്രശേഖറിന്റെ കഥ കുറെ കാലത്തിന് മുമ്പ് പിന്നെ പുറത്തു വന്നതല്ലേ. കർണാടക സർക്കാരുമായി ചേർന്ന് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ള തട്ടിപ്പ് ഇനിയിപ്പോൾ തിരുവനന്തപുരം നഗരം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ പണം ഒഴുകിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, തിരുവനന്തപുരത്തിന്റെ ഏറ്റവും കാമ്പായിട്ടുള്ള ഒരു ഭാഗമാണ് തുറമുഖം. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 350 ഏക്കർ ഭൂമി അദാനി എന്ന് പറയുന്ന കമ്പനിക്ക് പ്ലെഡ്ജ് ചെയ്യാൻ കഴിയുന്ന പാകത്തിൽ ലീസിന് നൽകിയിട്ടുണ്ട്. അവർക്ക് ആ ഭൂമി, അത്രയും ഏക്കർ ഭൂമി പണയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പണം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇവിടെ കരാർ പുതുക്കി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിന്റെ മുക്കിലും മൂലയിലും കിടക്കുന്ന അതിവിശാലമായ കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിലൊക്കെ കണ്ണു വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരൊക്കെ ഈ പറയുന്ന പൊളിറ്റിക്കൽ രാഷ്ട്രീയ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. പല നേതാക്കന്മാരുടെയും നമ്മൾ പരിശോധിച്ച് നോക്കി അറിയാം പല നേതാക്കന്മാരും എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ ധാരാളമായി ഫണ്ട് ഇവിടെ പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഫണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അതെല്ലാം കള്ളപ്പണം. ഇതിനകത്തൊരു പോസിറ്റീവ് വശം BJPയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആരുടെയും വീട്ടിലേക്ക് ED ആകട്ടെ വേറെ ഒരു കസ്റ്റംസ് ആവട്ടെ യാതൊരു തരത്തിലുള്ള ശല്യം ഇവർക്കുണ്ടാവില്ല. പണം സമ്പാദിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങൾ പറ്റിയാൽ നിങ്ങൾ അടുത്ത തന്നെ ഒരു ജില്ലാ സെക്രട്ടറിയെയോ ജില്ലാ അധ്യക്ഷനെയോ പോയി കാണുക. ഞാൻ BJPയിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുക. എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുക. പക്ഷേ ആ ജില്ലാ സെക്രട്ടറിയുടെ അല്ല ജില്ലാ പ്രസിഡന്റിന്റെ വിശ്വസ്തനായിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രം. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് വരുന്ന ചിലപ്പോൾ ഒരു ചെറിയൊരു കാർ നിങ്ങൾക്ക് വാഗണറായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാർ ഇങ്ങനെ അപ്ഗ്രേഡായി നിങ്ങൾ ഏറ്റവും ഒടുവിൽ ചിലപ്പോൾ BMW-ലായിരിക്കും നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഈ കാവിയും പച്ചയും കൂടെ നിറമുള്ള ഒരു മാല തൂക്കിയിടണം എന്ന് മാത്രം. അത്രയേ ഉള്ളൂ അതിനകത്തൊരു ഗുണം. അതുകൊണ്ട് BJPക്കാരനാവൂ, സമ്പന്നനാവൂ എന്ന് പറയുന്നതാണ് ഇന്ന് കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു മുദ്രാവാക്യം.